തദ്ദേശപ്പോരിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ കേരളം പോരാട്ടച്ചൂടിൽ. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഡിസംബർ 9-ന് വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ വോട്ടെടുപ്പ് ഡിസംബർ 11-ന്. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകൾ. 15-ലധികം സ്ഥാനാർത്ഥി ഉണ്ടായാൽ അധിക EVM. വോട്ടെടുപ്പിന്റെ 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിനവും മദ്യനിരോധനം. മാധ്യമപ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം. ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമെന്ന് LDF. സീറ്റ് വിഭജനത്തിൽ ആശങ്കയില്ലെന്നും TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട്. വിജയപ്രതീക്ഷയിൽ UDF. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന് KPCC അധ്യക്ഷൻ. നിലവിലുള്ള സീറ്റുകൾ 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സീറ്റ് വിഭജന ചർച്ചകൾ തകൃതി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. കൊല്ലത്ത് മുൻ മേയർമാർ മത്സരിക്കില്ല. കൊച്ചിയിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി കോൺഗ്രസിൽ കല്ലുകടി. കോഴിക്കോട് കോർപ്പറേഷനിൽ 61 വാർഡുകളിൽ മത്സരിക്കാൻ CPIM ധാരണ. അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി ബീഹാർ. നാളെ ജനവിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. 15 സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. കൊച്ചി തമ്മനത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നു. ടാങ്കിലുണ്ടായിരുന്നത് 1,10,00,000 ലിറ്റർ വെള്ളം. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം ഇരച്ചുകയറി നാശനഷ്ടം. ഹെൽത്ത് സെന്ററിലെ മരുന്നുകളെല്ലാം നശിച്ചു. അതുപോലെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി. ഫ്രിഡ്ജ് അടക്കമുള്ള സംവിധാനം എല്ലാം തകർന്നു. ഞങ്ങളുടെ തുണി, പിന്നെ നമ്മുടെ ഷൂ ഒന്നും കാണുന്നില്ല. പകുതി യൂണിഫോം ഒന്നും കാണുന്നില്ല. ടാങ്കിന്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ. തമ്മനം വാട്ടർ ടാങ്ക് അപകടത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ. നഗരത്തിലെ 30% പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തെ ബാധിക്കുമെന്ന് ജില്ലാ കളക്ടർ. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും G. പ്രിയങ്ക IAS. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്ന പ്രതി ചാടിപ്പോയി. രക്ഷപ്പെട്ടത് കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി രാജീവ് ഫെർണാണ്ടസ്. രാജീവ് ചാടിയത് ICUവിന്റെ ജനൽ വഴി. പ്രതിക്കായി വ്യാപക തെരച്ചിൽ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ നിർണായക കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ശേഷം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഡൽഹിയിലെ വസതിയിൽ 3 മണിക്ക് ചർച്ച. പദ്ധതി മരവിപ്പിച്ചത് മന്ത്രി V. ശിവൻകുട്ടി കേന്ദ്രത്തെ അറിയിക്കും. വന്ദേ ഭാരതിലെ ഗണഗീത വിവാദവും ചർച്ചയായേക്കും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ കേരളത്തെ പുകഴ്ത്തി UAE മന്ത്രി ഷെയ്ഖ് അൽ നഹ്യാൻ. കേരളത്തിന്റേത് മറ്റുള്ളവർ പിന്തുടരേണ്ട വലിയ നേട്ടം. കേരളത്തിന്റെ ഉദ്യമങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നത്. അതിദാരിദ്ര്യമുക്തി നേടിയത് ദീർഘകാല പദ്ധതികളിലൂടെയെന്ന് മുഖ്യമന്ത്രി. ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിലെ അനാസ്ഥ വെളിവാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സംഘം ചേർന്ന് മദ്യപിച്ചും പാട്ടുപാടി നൃത്തം ചെയ്തും തടവുകാർ. പുതിയ ദൃശ്യങ്ങൾ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ. ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്തതിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. ശുദ്ധവായു ശ്വസിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ കുറ്റവാളികൾ ആക്കരുത്. വോട്ടുചോരിയിലൂടെ അധികാരത്തിൽ വന്ന സർക്കാർ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നും രാഹുൽ.
BJP സഖ്യശ്രമ ആരോപണങ്ങൾ തള്ളി ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. പ്രഖ്യാപനം വിശുദ്ധ ഖുറാനിൽ സത്യം ചെയ്ത് ഉപജീവനത്തിനായി കള്ളം പറയാറില്ലെന്നും ഒമർ. സംസ്ഥാന പദവിക്കായി 2024 BJP സഖ്യത്തിന് ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് സുനിൽ ശർമ്മയുടെ ആരോപണം. ഇന്ത്യ അങ്കോള സുപ്രധാന കരാറുകൾക്ക് അംഗീകാരം. മത്സ്യബന്ധന മത്സ്യകൃഷി കരാറുകളിൽ ഒപ്പുവെച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഊർജ്ജ പ്രതിരോധ ആരോഗ്യ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ധാരണ. മുർമു അങ്കോള സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. നാൽപ്പത് ദിവസങ്ങൾ നീണ്ട US ഷട്ട്ഡൌൺ അവസാനിച്ചു. 8 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ അംഗീകാരത്തോടെ സെനറ്റിൽ ഒത്തുതീർപ്പ്. ജീവനക്കാരുടെ പിരിച്ചുവിടൽ ആശങ്കയൊഴിഞ്ഞു. ധന അനുമതി ബില്ലിന് ജനുവരി 31 വരെ അംഗീകാരം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് വിവാദത്തിൽ BBC ഡയറക്ടർ ജനറൽ രാജിവെച്ചു. ടിം ഡേവി BBC വിടുന്നത് 20 വർഷത്തെ സേവനം അവസാനിപ്പിച്ച്. ന്യൂസ് CEO ഡെബോറ ടർണസും പുറത്തേക്ക്. ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ച് ഫങ് വോങ് ചുഴലിക്കാറ്റിൽ 4 മരണം. കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ലുസോണില ദ്വീപിൽ കരതൊട്ടു. പ്രദേശത്ത് നിന്ന് 10 ലക്ഷത്തോളം ജനങ്ങളെ ഒഴിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച ഇന്ന്. ഒരു സിറിയൻ നേതാവ് വൈറ്റ് ഹൌസിൽ എത്തുന്നത് 79 വർഷങ്ങൾക്ക് ശേഷം. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുമെന്ന് സൂചന. കൊടും വരൾച്ചയിൽ വലഞ്ഞ് ഇറാൻ. മഴ ലഭിച്ചില്ലെങ്കിൽ ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ്. രാജ്യത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 92% മഴയുടെ കുറവ്. ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഇന്ന് ബ്രസീലിൽ തുടക്കമാകും. വരും വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ സ്വീകരിക്കേണ്ട നടപടികൾ വിലയിരുത്തും. പങ്കെടുക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. സമ്മേളനം ഈ മാസം 21 വരെ. പ്രശസ്ത ഓസ്ട്രേലിയൻ റേഡിയോ അവതാരകൻ ജോൺ ലോസ് അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സിഡ്നിയിൽ. വിടവാങ്ങിയത് വേറിട്ട ശബ്ദവും അവതരണ രീതി കൊണ്ടും ശ്രദ്ധേയനായ പ്രതിഭ. ജോൺ ലോസിൻ്റേത് 70 വർഷം നീണ്ട ഐതിഹാസിക കരിയർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്ലാസിക് പോരിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. ലിവർപൂളിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്തു. ഗോളുമായി തിളങ്ങി എർലിംഗ് ഹാലൻഡ്. പരിശീലകനായിട്ടുള്ള 1000ാമത്തെ മത്സരം അവിസ്മരണീയമാക്കി പെപ് ഗാർഡിയോള.